പിയേഴ്സൺ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഓടി നടക്കുന്ന ഒരു CPM ക്യാപ്സ്യൂൾ, ഒരു തൊഴിലാളി ഇട്ട പോസ്റ്റ്, തൊഴിലാളിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ പോസ്റ്റ് ഞാൻ വായിക്കാം. അത് തൊഴിലാളി കമ്പ്യൂട്ടർ, പ്രിൻ്റർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നാക്കുന്ന ഒരു തൊഴിലാളി എന്നുള്ള മട്ടിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. തളിപ്പറമ്പിൽ ഒരു വീട്ടിൽ പ്രിൻ്റർ നന്നാക്കാൻ പോയതാണ്. ഫോൺ വിളിച്ചപ്പോൾ വീട്ടിൽ ആരുമില്ല. പ്രിൻ്റർ നന്നാക്കണമെന്ന് ഇയാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തിരിച്ചു വിളിച്ചപ്പോൾ വീട്ടിൽ ആരുമില്ല. അപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞു ഇയാളോട്, ഒരു കാര്യം ചെയ്യേ, താക്കോല് പുറത്ത് ചെടിച്ചട്ടിയിലുണ്ട്. ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ മറ്റേ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉപകരണമല്ലേ, ആ ചെടിച്ചട്ടിയിലുണ്ട് താക്കോല്. ഇയാൾ അകത്ത് കയറി സർവീസ് ചെയ്തോളൂ എന്ന് കസ്റ്റമർ ഇയാളോട് പറഞ്ഞു. വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഒരുപാട് വൈകും എന്ന് പറഞ്ഞതിനാൽ ഞാൻ അപ്പോൾ തന്നെ ഇത് താക്കോലെടുത്ത് ചെടിച്ചട്ടിയിൽ നിന്ന് തുറന്ന്, പൂട്ടിക്കിടന്ന വീട് തുറന്ന് സർവീസ് ചെയ്തു. തിരിച്ച് ഇറങ്ങാൻ നേരം ഫോൺ ചെയ്ത് ഞാൻ അദ്ദേഹത്തോട് അല്പം ചമ്മലോടെ ആണെങ്കിലും ചോദിച്ചു, എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇക്ക എന്നോട് നിങ്ങൾ വീട് തുറന്ന് ഇത് ചെയ്തോളാൻ പറഞ്ഞത്? അയാൾ ചെറുചിരിയോടെ, ആ ഇക്ക ഉടമസ്ഥൻ ചെറുചിരിയോടെ മറുപടി പറഞ്ഞു, മോനെ, നീ പിണറായി വിജയൻ്റെ നാട്ടുകാരനാണ്, അത് തന്നെ എൻ്റെ വിശ്വാസം. പുതിയ CPM ക്യാപ്സ്യൂളാണ്. ഇത്തരം ക്യാപ്സ്യൂളുകൾ ഇറക്കുമ്പോഴേ അത് രൂപപ്പെടുത്താനായിട്ട് പാകപ്പെട്ടൊരു മനോഘടനയുണ്ടല്ലോ, അത് കേരളത്തിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള മനോഘടനയാണ് പറയുന്നത്. ഇങ്ങനൊരു കഥ, നമ്മൾ പ്രിൻ്റർ, നീ നാട്ടുകാരനാണ്, അത് തന്നെ വിശ്വാസം, ഇങ്ങനൊരു കഥ വന്നു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കുന്നവർ സമൂഹത്തിലുണ്ടെന്നാണോ? ഒരു കള്ളക്കഥയാണെന്ന് അവർക്ക് മനസ്സിലാവില്ലേ? അതെ, പക്ഷെ അങ്ങനത്തെ ഒരു കഥ, ഞാൻ ആ കഥയുടെ കള്ളക്കഥ എന്നുള്ള പൊസിഷനിലേക്കല്ല അത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. ഒരാൾ എങ്ങനെ അങ്ങനത്തെ കഥ നിർമ്മിക്കുന്നു, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ നിർമ്മിക്കാൻ പറ്റുന്ന, നിർമ്മിക്കുമ്പോ അവനും ഒരു തോന്നലുണ്ട് ഇത് ആളുകൾ വിശ്വസിക്കുന്നല്ലേ. അവനങ്ങനെ വിശ്വസിച്ചിട്ടാണല്ലോ അങ്ങനത്തെ കഥ പറയുന്നത്. മനസ്സിലായി? ഈ നേരത്തെ നമ്മൾ ഈ VS-നെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ഇങ്ങനെ പറയുമായിരുന്നു. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി പറയും, ചോദിക്കാൻ ഇവിടെ ഒരാളുണ്ടടാ എന്ന് പറയും. അതൊരു മനോഘടനയുടെ രൂപീകരണമാണ്. അത് കുറേ പോസിറ്റീവായിരുന്നു. കാരണം എന്താണ്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് ഒരാളുണ്ട് എന്ന് പറയുന്ന ഒരു ഘടനാ രൂപീകരണം. ഇവിടെ മറിച്ചാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കാരണഭൂതൻ, അതേപോലെ തന്നെ എന്താണ് ചെമ്പനീർ എന്നോ എന്തൊക്കെ പറയാം, അങ്ങനെ ഒരു പ്രതീകം, അത് അങ്ങനെ ഒരു പ്രതീകമായിട്ട് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു മനോഘടന എന്ന് പറയുന്നത്, അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു അടിമത്തത്തിൻ്റെ ഒരു സെറ്റാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സമൂഹമാകുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരള സമൂഹത്തിൻ്റെ പാർട്ടി വികാരം എന്ന് പറയുന്നത്. ഇത് പാർട്ടി വികാരം അല്ല, ഇത് പാർട്ടി വികാരമാകുന്ന എങ്ങനെയാണ്? പാർട്ടി വികാരത്തിൽ എപ്പോഴും എന്ത് വേണം? ഒരു തെറ്റിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു റബലിഷ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ പാർട്ടി വികാരം എന്ന് പറയാൻ പറ്റുള്ളൂ. പറയുന്നത് പിയേഴ്സണൊക്കെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ പാർട്ടിയെ പറ്റിയല്ലേ ഈ പറയുന്നത്? അല്ല, ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ നമ്മൾ പഴയ SFI ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്തൊക്കെ ഉള്ളൊരു പാർട്ടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിക്ക് കുറേ കൂടി മുമ്പുള്ളൊരു പാർട്ടി, അതാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത്. പഴയ കാലത്ത് എൻ്റെ അച്ഛൻ്റെ കാലത്തൊക്കെ ഉള്ള ഒരു പാർട്ടി എന്നൊക്കെ പറയും. ആ പാർട്ടി എന്ന് പറയുന്നത് എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു. ഈ പാർട്ടി സിദ്ധാന്തത്തിനകത്ത് നിൽക്കുന്ന വിമർശനവും പാർട്ടി ജനാധിപത്യവും അതിൻ്റെ ഭാഗമായിട്ട് അത് കൊണ്ടു നടക്കുന്ന വിമർശനവും സ്വയം വിമർശനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാവും. ഒരു കാര്യം നമ്മൾ മുന്നിൽ വരുന്ന സമയത്ത് ഇത് തെറ്റോ ശരിയോ, അതിന് പാർട്ടിയുടെ സിദ്ധാന്തത്തിനനുസരിച്ചിട്ട് എങ്ങനെ ഇത് ശരിയാവും, എങ്ങനെ തെറ്റാവും, ഇങ്ങനത്തെ ഒരു വിശകലനാത്മക രീതി അന്ന് നല്ല പാർട്ടി കേഡേഴ്സിനുണ്ടായിരുന്നു. അവരാണ് പാർട്ടിയെ നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു ഘടനയാണ് അക്കാലത്തെ പാർട്ടിക്കും പ്രവർത്തകർക്കും ഉണ്ടായിരുന്നത്. അത് പോയി പിന്നീട് ഇതൊരു അധികാര പാർട്ടിയായിട്ട് മാറി. ആ അധികാര പാർട്ടിയുടെ നേതാവ് ആരാണോ അയാൾ അധികാരിയായി മാറുകയും
ആ അധികാരിക്ക് സ്തുതീതം പാടലാണ് പാർട്ടി പ്രവർത്തനം എന്ന് കരുതുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു കാലത്താണ് രാമേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞ തരത്തിലുള്ളതായിട്ടുള്ള കഥകൾ ക്യാപ്സൂളുകളായിട്ട് വരുന്നത്. അത് വളരെ അപകടകരമാണ്. ചെറിയ പ്രശ്നമല്ല അത്. കാരണം അവരെ സ്വയം വിശ്വസിക്കണത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മറ്റേ എന്താണ് കണ്ടാണശ്ശേരി സഖാക്കൾ, കോഴനാശ്ശേരി സഖാക്കൾ എന്നൊക്കെ പറഞ്ഞ് ഈ ഒ വി വിജയനൊക്കെ പറയുന്ന തരം സഖാക്കൾ ഉണ്ടല്ലോ, മറ്റേ ഖസാക്കിന്റെ ഇതിഹാസത്തിലൊക്കെ പറയുന്ന തരം സഖാക്കൾ, അവര് ഈ സ്ഥിരമായിട്ട് പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഇല്ലേ, അവരൊക്കെ ഇത് വിശ്വസിക്കാൻ സാധ്യതയില്ല? അവര് വിശ്വസിക്കാനുള്ള സാധ്യത ഇല്ലല്ല. കാരണം അവര് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ഇത് അവരുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്, അതൊക്കെ അവർ അബ്സോർബ് ചെയ്യണമല്ല. അല്ലാതെ അവരെങ്ങനെയാണ് നമ്മളുടെ ഈ പഴയ കാലത്തെ ഒ വി വിജയൻ്റെ സഹാക്കൾ ആവുന്നത്? അവരപ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചിട്ട് അവരുടേതായ തത്വങ്ങളിലേക്ക്, അവർക്കൊരു തത്വമുണ്ട്, ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കാര്യങ്ങളെ മനസ്സിലാക്കുകയുള്ളൂ. അതിന് വിരുദ്ധമായി വന്ന് അവർ ചോദ്യം ചെയ്യും. അതെന്താണെന്ന് ചോദിക്കും അന്നത്തെ സഹാക്കി. ഇന്ന് ആരെങ്കിലും ചോദിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാത്തത് കൊണ്ട് ഇങ്ങനത്തെ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ക്യാപ്സൂളുകൾ ഇറങ്ങുന്നത്. അത് ഇപ്പോൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യണത്? ഇത്തരം ക്യാപ്സൂളുകൾ ഇറങ്ങുന്നവനെ സഹാക്കൾ പിടികൂടും, എന്നിട്ട് അടി കൊടുക്കും. എടാ ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടതെന്ന് പറയും. ഇന്ന് അതില്ല, അതാണ് പ്രശ്നം. നേരത്തെ ഈ പാർട്ടി സഹാക്കൾക്ക് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയുടെ പുറത്താണ് അവർ പാർട്ടിക്ക് പുറത്തുള്ള ശത്രുക്കളെ എതിർക്കുകയും അവരെ തോൽപ്പിക്കാനായിട്ടുള്ള കരുത്ത് നേടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ PR ഈ ആദ്യം തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കണ്ട ഒരു ക്യാപ്സ്യൂളാണ് ആ ഒരു ചായ മഗ് അദ്ദേഹം പിടിച്ചിരുന്നല്ലോ. അതിൻ്റെ അകത്ത് ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്, ആ ദീ ഉണ്ടായിരുന്നില്ല, ഗ്രാമർ മിസ്റ്റേക്ക് ആണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഐ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് അല്ല, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്, ദി പ്രൊപ്പോസിഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിരിക്കട്ടെ, അത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് ആ ഒരു പടം തന്നെ ഒരു ക്യാപ്സ്യൂളായിരുന്നു അത്. അത് അതിജീവിതയെ കൊണ്ട് ഷെയർ ചെയ്യിക്കുകയും ഒക്കെ ചെയ്തു. ആ മഗ് തന്നെ ഒരു ക്യാപ്സ്യൂളായിട്ട് വന്നു. ആ മഗ് കൊണ്ടും ഒരു പ്രയോജനം ഉണ്ടാവില്ലേ? അല്ല, നമ്മളിപ്പോൾ രണ്ട് പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ഒന്ന്, നമ്മളെ ഈ ഒ വി വിജയൻ, ഞാൻ നോക്കുന്നത് അതൊരു ക്യാപ്സ്യൂള് മഗ്. ഇപ്പത്തെ ഇങ്ങനത്തെ ഈ പിണറായി ഈ വീടിന്റെ ഐശ്വര്യം എന്നുള്ള ക്യാപ്സ്യൂളാണല്ലോ ഇത്. അതിപ്പോ കോൺഗ്രസ്സുകാർ അവരുടെ വീടിന് മുമ്പിൽ എഴുതി വെക്കണത് പിണറായിയാണ് ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം എന്നാണല്ലോ. അതപ്പോൾ എങ്ങനെയാണ് രാമേന്ദ്രൻ കാണുന്നത്? അവരെഴുതി വെക്കണത്. കാരണം ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ചിത്രീകരിക്കപ്പെടുമ്പോഴാണ് ആ ക്യാപ്സൂള് ആ രീതിയിൽ കോൺഗ്രസ്സുകാർ ഉപയോഗിക്കും. മറിച്ച് അദ്ദേഹമാണ് ഈ കേരളത്തിന്റെ പറവൂരിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ മറ്റേ VD സതീശന്റെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചണ്ട, ഞാൻ കണ്ടിട്ടില്ല എന്തായാലും. പക്ഷെ അങ്ങനെ ചെയ്യണം എന്നാണ് പല കോൺഗ്രസ്സുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കേൾക്കുന്നത്. കാരണം അങ്ങനെ അവർക്ക് അവരുടെ പ്രവർത്തനം ഞാൻ എപ്പോഴും ഉണ്ടാക്കണം അങ്ങനെയാണ്. അവരെന്തെങ്കിലും പ്രവർത്തിച്ചുണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പിണറായി തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിക്കുന്ന ഒരു സാഹചര്യക്ക് എത്തിച്ചേരുന്നത്. പിണറായി വിജയനും BJPയും തമ്മിൽ ഭയങ്കര ഈ അന്തർധാരയുണ്ട് എന്ന ആളുകൾ പറയുകയാണെങ്കിൽ പിണറായിയുടെ വീടിന്റെ മുമ്പില് BJP ഈ വീടിന്റെ ഐശ്വര്യം എഴുതിക്കൂടെ? എഴുതാം. പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ ഞാനത് അന്ന് പറഞ്ഞു വന്നത്. ഒ വി വിജയന്റെ കാലത്തെ സഹാക്കളുടെ പാർട്ടി അല്ല ഇന്നത്തെ സഹാക്കളുടെ പാർട്ടി. വലിയ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സമൂഹവും പഴയതല്ല, പുതിയതാണ്. ഈ PR വർക്ക് എന്നൊക്കെ പറയുന്നത് വിജയിക്കും എന്ന് കരുതുന്നത് പഴയകാല കമ്മ്യൂണിസ്റ്റുകളല്ല. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ആ ചെയ്ത കാര്യങ്ങളുടെ ഒരു റിയാലിറ്റി, അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നിട്ടാണ് അവർ മുന്നോട്ട് കുതിച്ചിരുന്നത്. ഇവിടെ ഇന്ന് ഒന്നും ആരും ചെയ്യുന്നില്ല. പകരം PR വർക്കിലൂടെ എല്ലാം നേടാം. ഇപ്പോൾ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരസ്യം എന്തായിരുന്നു? LDF വരും, എല്ലാം ശരിയാവും. ഇന്നിപ്പോ മനോരമയുടെ വാചകമേളയിലെ ഡോക്ടർ B അശോക് ഇല്ലേ, IAS, പിണറായി വേട്ടയാടുന്ന അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്. 500 കോടി രൂപയുടെ PR വർക്ക്
ഒറ്റ വാചകത്തിൽ, പാവപ്പെട്ടവന്റെ വാചകത്തിൽ പൊളിഞ്ഞു പോയെന്ന്. ആ ഒറ്റ വാചകമാണ് പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാരഡി പാട്ട്. അപ്പോൾ ഈ ഒരുപാട് കോടികൾ മുടക്കി ഇങ്ങനെ ഈ PR പരിപാടി, ആ മഗ് വെച്ചു കൊടുത്തൊരു PR ടീം ഉണ്ടാവില്ലേ, ആ PR ടീം ഉണ്ടാക്കിയ കഥയായിരിക്കില്ലേ ഈ പ്രിന്ററുടെ കഥ? അല്ല, അങ്ങനെയാണല്ലോ ആ കഥകളെല്ലാം വരുന്നത്. PR ടീമുകൾ ആണ് ഇതെല്ലാം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ PR ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വെർച്വലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, റിയൽ അല്ല. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. യാഥാർത്ഥ്യ ബോധമില്ല. ഇല്ല, യാഥാർത്ഥ്യബോധം ഇല്ലാതെ വരുമ്പോൾ സാധാരണക്കാരുടെ വിഷയങ്ങൾ ഒന്നും അല്ല. ഇതിൻ്റെ പ്രശ്നത അവരെ മാത്രം ബാധിക്കുന്നതല്ല, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത്തരത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ ഈ ചർച്ചകളിൽ, രാഷ്ട്രീയ ചർച്ചകളിൽ യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ കാണുന്ന ആരൊക്കെയാണ് ഈ മാങ്കൂട്ടും അവൻ്റെ തേങ്ങാക്കൊലയും ഇങ്ങനെയൊക്കെയുള്ള വെള്ളാപ്പള്ളി ഇങ്ങനെയുള്ള ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. അതല്ലാണ്ട് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആരും ചർച്ച ചെയ്യുന്നില്ല, ആർക്കും അതിൽ താല്പര്യമില്ല. അപ്പം അങ്ങനത്തെ കുറെ ആളുകളുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ ചർച്ചകൾക്ക് പകരം എന്റർടൈൻമെന്റിലാണ് ഊന്നിരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾ. ആ എന്റർടൈൻമെന്റിന്റെ ഭാഗമാണ് ഈ കളിപ്പറമ്പിലെ ഈ പ്രിന്ററുടെ കഥ. അതൊരു എന്റർടൈൻമെന്റ് പീസാണ്, എന്റർടൈൻമെന്റ് പീസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.